ഹായ് ഫ്രണ്ട്സ്, ആകാശസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ആശുമോളും മിയാമോളും ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും, നല്ല ചൂടാണ്, എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മോക്ക് സ്കാനിങ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. മോക്ക് ബ്രെയിൻ്റെ CT സ്കാനും MRIയും ഒക്കെ എടുത്തതാണ് കേട്ടോ. എടുത്ത് അപ്പോൾ അതിൽ ഡയഗ്നോസിസ് ആയിട്ട് പറയുവാണെങ്കിൽ മോക്ക് അക്യൂട്ട് ഹെമറേജ് ലൂക്കോ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായി, ഹെമറേജ് എന്ന ബ്ലീഡിങ് കേട്ടോ. അങ്ങനെയാണ് മോടെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും കേട്ടോ, ഈ കണ്ടീഷനെ പറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതനുസരിച്ചാണ് മോക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ 8 വർഷമായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊരു കണ്ടിന്യൂ 7 വർഷത്തോളം തന്നെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഈ ഹോമിയോ ഇംഗ്ലീഷ് മരുന്ന് തന്നെ അല്ല കേട്ടോ, ഹോമിയോ നോക്കി, ആയുർവേദം നോക്കി, പിന്നെ അക്യുപ്രഷർ, അങ്ങനെ അതൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നാട്ടിലാണല്ലോ. അപ്പോൾ നാട്ടിൽ തന്നെ ഞങ്ങൾ പലയിടത്തും പോയി നിന്നിട്ടുണ്ട് കേട്ടോ. 1-2 വർഷം പോയി നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മോൾക്ക് ഫുള്ള് ഇമ്പ്രൂവ്മെൻറ്റ് വരാതെ ഫുള്ള് റിവേഴ്സാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് ബാംഗ്ലൂർ തിരിച്ച് വന്നതാട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന പുതിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ. കാരണം അവസാനം നമ്മളൊരു അവസാനം ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നിന്ന് ഞങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മോക്ക് ഫിസിയോതെറാപ്പി അല്ലാതെ ഒന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ മോക്ക് കണ്ടിന്യൂ ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവളെ മാക്സിമം സന്തോഷം എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവളെ ഫുള്ള് ഞങ്ങൾ ചിരിപ്പിക്കും, കളിപ്പിക്കും. മിയാമോളില്ലേ, അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൾ ചിരി തുടങ്ങും. പിന്നെ ഞങ്ങളെല്ലാം തന്നെ അവിടെ മുമ്പ് വെച്ച് കരയോ, സങ്കടം പറയോ, വിഷമം പറയോ, അങ്ങനെ പറയോ, ഇങ്ങനെ പറയോ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മൾ തമ്മിൽ ഇപ്പം ഞാനും അച്ഛനും തന്നെ, ഞങ്ങൾ വൈഫും തന്നെ ആണെങ്കിലും അഥവാ വഴക്കുണ്ടാവാൻ തന്നെ ഞങ്ങൾ തിരിച്ചിരിച്ചോൻ്റെ വഴക്കൂടാറുള്ളൂ കേട്ടോ. കാരണം ആകാശമോളെ പേടിച്ചിട്ട് അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ ആട്ടോ മോളുടെ കാര്യം. കാരണം അവളെ അത്രമാത്രം നമ്മൾ കെയർ എടുക്കുന്നുണ്ട്. അവളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരുത്താൻ നോക്കുക, പിന്നെ ഇപ്പോൾ ചൂട് കൂടി വന്ന സ്ഥിതിക്ക് മോക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ചൂട് കൂടിയിട്ടാണ് ബ്രെയിനിൽ മോക്ക് ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഞാൻ കുറച്ച് പുറത്തിരുത്തിയിട്ടോ. കാരണം ഫുൾ ടൈം AC ഇരുന്നാലും പ്രോബ്ലം ആണെന്ന്. ഇപ്പം ഞാൻ കുറച്ച് നേരം പുറത്തിരുത്തിയപ്പോൾ തന്നെ അവിടെ കണ്ണിൽ നിന്ന് വെള്ളം വരാനും പഴുപ്പ് വരാനൊക്കെ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഞാൻ കൊണ്ട് AC-യിൽ ഇരുത്തിയിട്ടോ. ചൂട് അവൾക്ക് പറ്റത്തില്ല, ഒട്ടും ചൂട് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഈ ബാംഗ്ലൂർ തന്നെ നമ്മൾ വാടകയ്ക്ക് റെൻറ്റിന് നിൽക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നാട്ടിൽ പോയി നിൽക്കുന്നത്, നാട്ടിലെല്ലാം വീടില്ല, ഇവിടെ നിൽക്കുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ കാലാവസ്ഥ കേട്ടോ. ഇവിടുത്തെ ചൂടേ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നാട്ടിലൊട്ടും പറ്റത്തില്ല അവൾക്ക്. അതുകൊണ്ട് നാട്ടിൽ പോകാറുമില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകാറില്ല. മോളുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യത്തിനല്ലാണ്ട് നാട്ടിൽ പോയിട്ടില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ പോയി നിന്നിട്ട് തന്നെ 7-8 വർഷമായി കേട്ടോ. ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് എത്രയോ വർഷം കൂടിയിട്ടാണ് കഴിഞ്ഞ വട്ടം ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ മമ്മിയെയും പപ്പയും ഒക്കെ ഒന്ന് കണ്ടത് തന്നെ. എത്ര വർഷങ്ങൾ കൂടിയിട്ട് അവരെ കാണുന്നത്. ഞാൻ നാട്ടിൽ പോയി നിന്നിട്ട് കുറേ നാളായിട്ടോ. ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് എൻ്റെ 8 വർഷത്തോളം ഞാൻ പോവാറില്ല. ഇവിടെ തന്നെ കാരണം നമുക്ക് പറ്റത്തില്ല. അവളെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കുഞ്ഞില്ലാതെ നമുക്ക് നാട്ടിൽ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ AC ഒന്നുമില്ല, ചെറിയ വീട്, അവിടെ പോയി നിൽക്കാനൊന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ കുഞ്ഞിനെ കൊണ്ടുപോകാൻ. അങ്ങനെയാണ് അവളുടെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചൂട് സമയമായപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പകൽ സമയത്തും കൂടി അവളെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂട് ഈ ഇടയ്ക്ക് 2-3 ദിവസം ഇവിടെ ബാംഗ്ലൂർ തന്നെ ചൂട് കൂടിയായിരുന്നേ. ആ സമയത്ത് എന്തോ പോലൊക്കെ അവൾക്കിങ്ങനെ അവൾക്കടെ കണ്ണിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അച്ഛൻ സൂക്ഷിക്കണം പകലെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ പേടിയാണ് പകൽ. അച്ഛൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, മിയാമോള് കാണും. അപ്പോൾ പെട്ടെന്ന് ഇവളിങ്ങനെ ശരിക്കും വെപ്രാളം കയറി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനൊരു അവസ്ഥയാണ്. ഞാനിങ്ങനെ ബിംബം അതിൽ നിൽക്കത്തേ ഉള്ളൂ. കാരണം പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവിടെ മൊബൈൽ ചെക്കിങ്ങിന് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ മൊബൈൽ ചെക്കിങ് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് 3rd ഫ്ലോറിൽ അതിൻ്റെ സിഗ്നൽ കിട്ടും. അപ്പോഴത്തേക്കും എല്ലാം ഒളിപ്പിക്കാൻ. ഞാനാണെങ്കിൽ ആ മൊബൈൽ നടുക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിക്കും, നീ എന്ത് ചെയ്യുക? എടി എന്താ ചെയ്യേണ്ടത്, എനിക്ക് വെപ്രാളം കയറിയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ? അപ്പോൾ പറയും, ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ വടിമാതിരി ഇവിടെ നിന്നു ചെക്കിങ്ങിന് വരുമ്പോൾ ഈ മൊബൈൽ നേരെ നീങ്ങും കൊടുത്താൽ മതി എന്ന് പറയാം. നമ്മൾ
അങ്ങനെ പറയരുത്, ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഉടുപ്പിച്ച് നോക്കും കുഞ്ഞെന്ന് പറയും. അവരുടെ കൊടുക്കൂട്ടോ അങ്ങനെ കേട്ടോ. അപ്പോൾ വെപ്രാളം ടെൻഷനും കയറിയാൽ എനിക്കും എന്തോ ചെയ്യണമെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ സമയം അച്ഛയില്ലാത്ത പേസിൽ തന്നെ ഇരുത്താനേ നോക്കുള്ളൂ. ചൂട് പറ്റത്തില്ല. പിന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ നമ്മളാൽ കഴിയാത്തയാണല്ലോ ദൈവത്തിന് കഴിയുന്നേ. അപ്പോൾ ഞാനെപ്പോഴും മനസ്സിലാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവമേ കുഞ്ഞിനെ നോക്കിക്കോണേ. കാരണം അവിടെ കിടത്തി ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുവാണെങ്കിലും ഞാനിങ്ങനെ വിചാരിക്കും ദൈവമേ നോക്കിക്കോണേ, അവളെ നോക്കിക്കോണേ, മാതാവേ അവളെ നോക്കിക്കോണേ. കാരണം എനിക്ക് നോക്കാൻ പറ്റില്ല. മിയമോളെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവളെ നോക്കിക്കോളൂ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ട് ഒരു ജ്യൂസ് ഒരു ഷേക്ക് പോലെ അടിച്ചു കൊടുക്കും കേട്ടോ. റോബസ്റ്റ പഴവും 2 കാഷ്യും 2 ബദാമും പിന്നെ ഈന്തപ്പഴം ഇടും കേട്ടോ. കാരണം അത് നേരത്തെ ഇത്തിരി കുതുക്ക ഇടണമായിരുന്നു, ഞാൻ മറന്നുപോയി. അതിനെന്നും എനിക്ക് വഴക്ക് കേൾക്കും, എന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതാട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കാൻ നല്ല ഇത് കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കോട്ടെ. കാരണം ഇതെല്ലാം കൂടെ തന്നെ ഞാൻ വീപ്പ കുറ്റിയായ എന്തെന്ന് വിചാരിച്ചിട്ട് ഞാനെടുക്കില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഒരു റോബസ്റ്റ പഴവും ബദാമും പിസ്തയും ഈന്തപ്പഴവും പിന്നെ ബൂസ്റ്റ് ഇടും കേട്ടോ. മധുരത്തിന് പഞ്ചസാര ഇടിയേ വേണ്ട. ഇത്തിരി പാലോട് ഇറക്കും. ലാസ്റ്റ് ചിയാ സീഡ് കുതിർത്തലുണ്ടെങ്കിൽ അതോട് ഇട്ടിട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്തത്, ഇങ്ങനെ എന്നോട് ചോദിച്ചതെങ്കിൽ പിന്നെ അതിന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തണം. ഇഷ്ടമാണെങ്കിൽ എന്ന് പറയില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർ കാണുമല്ലോ. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിള്ളേരെ കാണിച്ചില്ല, പിള്ളേർ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഷോർട്സിൽ പിള്ളേരുടെ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവരെ വിളിച്ചില്ല, ഞാൻ അകത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൻ്റെ സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടൊക്കെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക കേട്ടോ. വന്ന് പറ്റിക്കഴിഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെന്തും അതിന് മുമ്പ് നമ്മുടെ ഇവിടെ എൻ്റെ അച്ചായൻ പറയുന്ന ഡയലോഗാണ്, നമ്മുടെ യജമാനർ ഹസ്ബൻഡ് പറയുന്നത്, നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല, വരുന്നതിന് മുമ്പിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയാം ഓക്കേ, എത്ര പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാം, അത് വേറെ സത്യം. അപ്പോൾ നിങ്ങളെങ്കിലും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബായ്. ഷോർട്സ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ. ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.